السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി നമ്മളുടെ ജബ്ബാർ ഉസ്താദിൻ്റെ ഗീർവാണമുണ്ട്. ഖുറൈശ് എന്ന സൂറത്തിനെ സംബന്ധിച്ചാണ്. ലോകത്തെ മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നില്ല. അറബികളെ, കഅബയിലുള്ള മറ്റ് ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കി ഖുറൈശികളുടെ കുലദൈവമായ അള്ളാഹു, അത് ഒരു ആകാശ ദൈവമായിരുന്നു. ആ അള്ളാഹുവിനെ ദൈവമാക്കി പ്രതിഷ്ഠിച്ച് കഅബ എന്ന ക്ഷേത്രത്തിൻ്റെ അധികാരം, അതിൻ്റെ ഭരണം കൈയടക്കി അറബികളെ കോട്ടിയിണക്കുക എന്നത് മാത്രമേ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ലോകത്ത് ഇസ്ലാം പ്രചരിച്ചു എന്നത് മുഹമ്മദിൻ്റെ ആഗ്രഹമായിരുന്നില്ല. അത് പിന്നെ അറബികൾ അതിൽ ലാഭം കണ്ടതുകൊണ്ട്, നേട്ടം കണ്ടതുകൊണ്ട് അറബികൾ അവർ വളർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മളെ ജബ്ബാർ ഉസ്താദിൻ്റെ നിരീക്ഷണം. ഇവിടെ രണ്ട് കാര്യം ചരിത്രം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. മൂപ്പർക്ക് സ്വീകാര്യമാവണമെന്നില്ല. അതെന്താണെന്നല്ലേ, ഒന്ന്, 40 വയസ്സ് വരെ കഅബയെ അടിസ്ഥാനപ്പെടുത്തി അറബികളെ കോട്ടിയിണക്കണമെന്ന ചിന്ത പോലും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ. ഈ 40 വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ഉരുവിട്ടതായിട്ട് ആ നാട്ടുകാർക്കറിയില്ല. പെട്ടെന്ന് 40 വയസ്സ് പൂർത്തിയായതിനു ശേഷം അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ജബ്ബാറിൻ്റെ അടുത്ത് തൃപ്തികരമായ മറുപടി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലാതെക്കൂല. വീടിനടുത്ത് കയറുന്ന ഇങ്ങനെ ഉരുളുകയാണല്ലോ. രണ്ടാമത്തെ സംഗതി, ലോകത്തെ ഇസ്ലാമ് പ്രചരിക്കുക എന്നുള്ളത് മാത്രമല്ല, മക്കയിൽ തന്നെ ഇസ്ലാം ഉണ്ടായിത്തീരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ കൊതിച്ചിരുന്നുവോ? ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് സമൂഹത്തിലെ അന്ധവിശ്വാസവും അനാചാരവും അവിടെ നടമാടുന്ന അനീതികളും അക്രമവും ഒക്കെ അവസാനിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്തിൻ്റെ ഈ ഈ പ്രയോഗം അനുസരിച്ച് മനുഷ്യരുടെ നന്മയിൽ താല്പര്യമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആഗ്രഹിച്ചിരിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അവിടെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഗതി, ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചുകൊണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണെന്നുള്ള ജബ്ബാറിൻ്റെ വാദഗതി നമ്മൾ തൽക്കാലം വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ, ഇങ്ങനെ ഒരു ഗ്രന്ഥം തനിക്കുണ്ടാക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ 40 വയസ്സായതിന് ശേഷമല്ലല്ലോ ഇത് ആഗ്രഹിക്കേണ്ടത്. മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമായ മറ്റൊരു ചോദ്യമുണ്ട്. കഅബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഖുറൈശികളെയും അറബികളെയും ഒക്കെ യോജിപ്പിക്കാമെന്ന് പറയുന്ന ഒരു സംഗതി, അത് അവരൊക്കെ വെറുപ്പ് നേടിയെടുത്തുകൊണ്ട് ഈ വിഗ്രഹങ്ങളെ മുഴുവൻ തള്ളിപ്പറയുകയും തൻ്റെ കയ്യിൽ കഅബ വന്നപ്പോൾ അതിനൊക്കെ തച്ചുടക്കുകയും ചെയ്തുകൊണ്ട് വേണമായിരുന്നോ അങ്ങനൊരു സംഗതി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ യുക്തിവാദി എന്ന ലേബിളിൽ യുക്തിരഹിതമായിട്ടുള്ള സംഗതികളാണ് ജബ്ബാർ പ്രഘോഷിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് വസ്തുത. ഖുർആൻ ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് മാകുന്ത തദിരി മൽ കിതാബു വലൽ ഈമാൻ,
കിതാബ് ഗ്രന്ഥം, വേദം എന്താണെന്നും എന്താണ് വിശ്വാസം, അതായത് എന്തൊക്കെ വിശ്വസിക്കണം എന്നതുപോലും നിനക്കറിയുമായിരുന്നില്ല. ഈ 40 വയസ്സിൻ്റെ മുമ്പ് അങ്ങനെ ഒരു സംഗതി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. മറ്റൊരിടത്ത് ഖുർആൻ സൂറത്ത് ഖസസിൽ പറഞ്ഞത് മാ കുന്ത തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ് ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക്, ഇങ്ങനൊരു ഗ്രന്ഥം, വേദം നിനക്ക് നൽകപ്പെടും എന്ന് നീ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിൻ്റെ നാഥൻ്റെ കാരുണ്യം എന്നുള്ള നിനക്കാണ് അങ്ങനെ ഒരു ഗ്രന്ഥം നിനക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഗ്രന്ഥം ഉണ്ടാക്കിയത് എന്ന് ജബ്ബാർ പറയുന്നുണ്ട്. ആട്ടെ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. എന്നാൽ അദ്ദേഹം ഉണ്ടാക്കിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു എന്ത്, ഇതിനു മുമ്പ് എന്താണ് വേദമെന്നോ എന്താണ് വിശ്വാസമെന്നോ അറിയുമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഗ്രന്ഥം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടാവുമോ എന്നാണ് നമ്മൾ ചോദ്യം. അതും എഴുത്തും വായനയും അറിയാത്ത, ഗ്രന്ഥവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു നാട്. അവിടെ പള്ളിക്കൂടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് കവികളുണ്ടായിരുന്നു, അവർ വല്ലപ്പോഴൊക്കെ കവിതകൾ രചിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു ഗ്രന്ഥം, കവിതയല്ല, ഗദ്യവുമല്ല, പദ്യവുമല്ലാത്ത ഒരു ഗ്രന്ഥം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതിൽ തന്നെ പണ്ട് കാലത്തുള്ള ചരിത്രങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് ഗുണപാഠങ്ങൾ ഭാരത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ലോകം അംഗീകരിച്ച സംഗതിയാണത്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ, പൂർവകാല ചരിത്രങ്ങൾ, ഉത്ബോധനങ്ങൾ, അതുപോലെ തന്നെ നിയമങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പറയുന്ന ഒരു ഗ്രന്ഥം. അങ്ങനെ ഒരു ഗ്രന്ഥം പെട്ടെന്ന് ഒരു മനുഷ്യന് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ, അതാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരാളാണെങ്കിൽ പിന്നെയും പറയാമായിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ അങ്ങനത്തെ വിദ്യാഭ്യാസമില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ ഒന്നുണ്ടാവുക എന്നത് എങ്ങനെ സാധ്യമാവും? അതേപോലെ തന്നെ ഖുറൈശികളെയും അറബികളെയും കൂട്ടിയിണക്കാൻ ഇതിനേക്കാളൊക്കെ എളുപ്പമുണ്ടായിരുന്നത് ആ വിഗ്രഹങ്ങളെ, ദൈവങ്ങളെയൊക്കെ കൂടി ഒന്നായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അബൂജഹലിൻ്റെയും അതുപോലെ തന്നെ ഖുറൈശി നേതാക്കന്മാരുടെയും ഒന്നും യാതൊരു ഉണ്ടാകുമായിരുന്നില്ല. ജബ്ബാർ തന്നെ പറയുന്നതിന് വിരുദ്ധമാണല്ലോ അത്. ജബ്ബാർ പറഞ്ഞത് എന്താണ്? മുഹമ്മദിന് അവിടെ യാതൊരു സ്വാധീനം ഉണ്ടായിരുന്നില്ല, ആരും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. എല്ലാവരുടെയും അവഗണന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചു പോന്നിട്ടുള്ളത്. കാരണം ദരിദ്രനായി വളർന്നതുകൊണ്ട്, സമ്പത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ആരും പരിഗണിച്ചിരുന്നില്ല. ഇത് ചരിത്ര വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. കാരണം ചരിത്രം യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അംഗീകരിച്ച ഒരു സംഗതിയാണ്. മക്കയിലെ ആപാരവൃദ്ധ ജനങ്ങൾ, സ്ത്രീ പുരുഷന്മാരടക്കം, മുഹമ്മദ് എന്ന വ്യക്തിയുടെ സ്വഭാവ മഹിമ കാരണമായി അദ്ദേഹത്തെ മുഹമ്മദ് എന്നല്ല അവർ സംബോധന ചെയ്തിരുന്നത്. അസ്സാദിഖ് അൽ അമീൻ, വിശ്വസ്തൻ, സത്യസന്ധൻ എന്നൊക്കെയാണ്. എന്ന് മാത്രമല്ല, 35-ാമത്തെ വയസ്സിൽ കഅബ, ഖുറൈശികൾ കഅബ പുതുക്കി പണിതപ്പോൾ അവിടെ ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ജബ്ബാർ അവഗണിക്കപ്പെട്ട ആൾ എന്ന് പറയുന്ന ഈ മുഹമ്മദിനെ തന്നെയാണെന്നുള്ളതാണ് ചരിത്ര സത്യം. അപ്പോൾ ഈ ചരിത്ര വസ്തുതകളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള തനി വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശദൈവമായതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നിലനിർത്തി ബാക്കി ദൈവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഖുറൈശികളെയും അറബികളെയും ഒന്നിപ്പിച്ചു കളയാം, എന്നിട്ട് കഅബ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. എന്തുമാത്രം വിഡ്ഢിത്തമാണ് ഈ ജബ്ബാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെങ്കിൽ അവരെ തലോടി തല്ലിക്കൊണ്ടല്ല അത് കിട്ടാൻ പോവാം. അത് ആ നേതൃത്വം എന്ന് പറയുന്നത് അവരെ തലോടിയും അവരെ സ്തുതിച്ചും അവരെ പ്രീണിപ്പിച്ചുമൊക്കെയാണ്.
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ ദിവസം തന്നെ അവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു വിഭാഗം ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ മനുഷ്യനെ നേതാവാക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് ആ രീതിയിൽ നേതൃത്വം നേടിക്കളയാമെന്നുള്ള ചിന്തയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ തീർത്തും ജബ്ബാർ പറയുന്നതിന് വിരുദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയും സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനസികാവസ്ഥയൊക്കെ എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ്. പിന്നെ ഇത് വിജയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുവോ? അദ്ദേഹം ഖുറൈശികളോട് പരസ്യ പ്രബോധനം നടത്തിയ അന്ന് തന്നെ അവരോട് പറഞ്ഞത് എന്താണ്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബ് വ തംലികൂന ബിഹിൽ അജംന. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. എന്നാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അംഗീകരിച്ചാൽ, അത് സ്വീകരിക്കേണ്ട വിധം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അറബികൾ നിങ്ങൾക്ക് കീഴടങ്ങും, അജമികൾ നിങ്ങൾക്കതിലൂടെ അധീനപ്പെടുത്താമെന്ന്. അപ്പോൾ അറബികൾ മാത്രമല്ല, ഇസ്ലാമിൻ്റെ പരസ്യ പ്രബോധനത്തിൻ്റെ ഒന്നാമത്തെ തീയതിക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാം വിജയിക്കും എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായിട്ടുള്ള ഹബ്ബാബ്, അദ്ദേഹം അടിമകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്ന ആളാണ്. തൻ്റെ യജമാനന്മാർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നുണ്ട് അദ്ദേഹം. നബി അപ്പോൾ കഅബയുടെ തണലിൽ കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് തൻ്റെ ശരീരത്തിൽ താൻ ഏറ്റുവാങ്ങിയിട്ടുള്ള മുറിപ്പാടുകൾ കാണിച്ചുകൊണ്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, അലാ തദുഉല്ലാഹ ലനാ അലാ തൻസുറുല്ലാഹ ലനാ. റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് സഹായം ചോദിക്കണില്ലേ? ഞങ്ങൾ അനുഭവിക്കുന്ന ഈ യാതനകളും വേദനകളും മർദ്ദന പീഡനങ്ങളും ഒക്കെ അങ്ങ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളുടെ പൂർവികന്മാർ ഇതിനേക്കാൾ വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. വഇന്ന അഹദഹും ലാ യൂളഉ അലാ മഫറഖ് അൽ മിൻഷാറു അലാ മഫറഖ് റഅസിഹി. അത്തരം ആളുകൾ പൂർവികന്മാർ അനുഭവിച്ച ശിക്ഷ എന്ന് പറയുന്നത്, മർദ്ദനം എന്ന് പറയുന്നത്, അവരിൽ ചിലരുടെ മൂർധാവിൽ വാള് വെച്ച് അവരെ ഈർന്ന് രണ്ട് പിളർപ്പാക്കി മാറ്റുമായിരുന്നു. ചില ആളുകളെ ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ ശരീരത്തിലെ മാംസങ്ങളൊക്കെ ചുരണ്ടിയെടുക്കുമായിരുന്നു. എന്നിട്ട് പോലും അവർ ഈ ദീനിൽ നിന്ന്, അതായത് ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല, ആദം നബി അലൈഹി സ്വലാം, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് ഈ പറയുന്നത്. ജബ്ബാർ സ്വീകരിക്കാനുള്ള വേറെ കാര്യം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് ആദം നബി, അതായത് ആദ്യത്തെ മനുഷ്യൻ തൊട്ടേ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ജീവിത പദ്ധതിയുടെ പേരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിൻ്റെ ആളുകൾ ഇങ്ങനെയൊക്കെ മർദ്ദിക്കപ്പെട്ടിട്ടും അവരാരും ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബാബിനോട് പറയുന്നതിൽ യുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ, അള്ളാഹു ഈ കാര്യം വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാക്കിബു മിൻ സൻആ ഇലാ ഹദർ മൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ വൽ ഗനം വദീബ അലാ ഗനമിഹി. അയാൾക്ക് സൻആയിൽ നിന്ന് ഹദർ മൗത്ത് വരെ ഒരു യാത്രക്കാരന് നിർഭയം അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ള ആട്ടിൻ പറ്റത്തെ ചെന്നായ വിളിക്കോന്നേ പിന്നാൾക്ക് പേടിക്കേണ്ടതുണ്ടാവുള്ളൂ. ബാക്കി ആരെയും, ഒരു കൊള്ളക്കാരെയും പേടിക്കാതെ സ്വതന്ത്രമായിട്ട് നിർഭയം യാത്ര ചെയ്യാവുന്ന അവസ്ഥയിൽ ഈ ദീന് വളരും എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇത് ജബ്ബാറിൻ്റെ ഭാഷയിൽ പറയുന്ന ഒരു ഭ്രാന്തന് പറയാൻ കഴിയണതല്ല ജബ്ബാറെ. ഇത് നല്ല തൻ്റെ ഇടവും ബുദ്ധിയും വിവേകവും ഉള്ള ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല ഇത് വിജയിക്കുമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും പറയണമെങ്കിൽ അതിഭൗതികമായിട്ടുള്ള, അതായത് ദൈവികമായിട്ടുള്ള ഒരു വാഗ്ദാനം
ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആദ്യ പ്രബോധനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഇസ്ലാം മക്കത്ത് മാത്രമല്ല അറേബ്യയുടെ അതിരുകളിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ വ്യാപിക്കുമെന്നും ഇസ്ലാം ലോകത്തെ അതിജയിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിട്ടുണ്ട്, അത് പ്രതീക്ഷിച്ചിട്ടുണ്ട്, അത് നബി ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സമൂഹത്തെ അത് സംബന്ധിച്ച് ബോധവൽക്കരിച്ചിട്ടുണ്ട്, അവർക്ക് സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നട്ടാൽ മുളക്കാത്ത കള്ളവും വിഡ്ഢിത്തവും പറഞ്ഞിട്ട് ജബ്ബാറിന് ഖുർആനെ അവഹേളിക്കാനെങ്കിൽ നടക്കട്ടെ ജബ്ബാറേ. നിൻ്റെയൊക്കെ മനസ്സിലുള്ള ഈ കലിപ്പ് അത് പറഞ്ഞു തീർക്കുക, കൈതക്കാമം കരഞ്ഞു തീർക്കുക എന്നതുപോലെ നിനക്ക് കരഞ്ഞു തീർക്കാമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിന് മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പോറലും ഏൽക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിയാൽ മതി.